വെൽക്കം ടു ദിസ് വീഡിയോ ലെക്ചർ. ഈ വീഡിയോ ലെക്ചറിൽ ഗേറ്റ് 2019 സെറ്റ് 1-ൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചർച്ച ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ സിലിണ്ടറിക്കൽ റോഡ് ഓഫ് ഡയമീറ്റർ 10 mm ആൻഡ് ലെങ്ത് 1 meter ഈസ് ഫിക്സ്ഡ് അറ്റ് one end. The other end is twisted by an angle of 10 degree by applying torque. If the maximum strain in the rod is P into 10⁻³ then P is equal to. അപ്പോൾ ഒരു മാർക്കിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ടോർക്ക് അപ്ലൈ ചെയ്തിട്ട് 10 ഡിഗ്രി ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ടോർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുണ്ട്, 10 ഡിഗ്രി തീറ്റ ഈക്വൽ ടു 10 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. 10 ഡിഗ്രി ഈക്വൽ ടു എത്ര റേഡിയനാ? 10 ഇൻറ്റു π/180 റേഡിയൻ ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്ന സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന ഷിയർ സ്ട്രെയിൻ ആണ്. ഷിയർ സ്ട്രെയിൻ ഈക്വൽ ടു വാട്ട്? ഷിയർ സ്ട്രെസ് ബൈ മോഡുലസ് ഓഫ് റിജിഡിറ്റി, അതായത് ടോ ബൈ ജി ആണ് അവർ ചോദിക്കുന്നത്. ടോ ബൈ ജി ഈക്വൽ ടു P ഇൻറ്റു 10⁻³ ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് P എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ അറിയാലോ. T/J ഈക്വൽ ടു ടോ ബൈ ആർ ഈക്വൽ ടു g⁻⁷L. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ T/J ഈക്വൽ ടു ടോ ബൈ ആർ ഈക്വൽ ടു g⁻⁷L. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ഇത്രയും ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ടോ ബൈ ജി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? r⁻⁷L. ഓക്കെ, r എത്രയാ? 5 ആണ്. തീറ്റ ഈക്വൽ ടു വാട്ട്? 10 ഇൻറ്റു π/180. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 meter എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 meter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10³ mm, വിച്ച് ഈസ് ഈക്വൽ ടു P ഇൻറ്റു 10⁻³ ആണ്. അപ്പോൾ നമുക്ക് P കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? രണ്ട് സൈഡും ഒരു 10³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ട് സൈഡും 10³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 50π/180 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 0.87. അപ്പോൾ നമ്മുടെ ആൻസർ പിയുടെ വാല്യൂ 0.87 സ്ട്രെയിൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A solid cube of side 1 meter is kept at a room temperature of 32 degrees centigrade. The coefficient of linear thermal expansion of the cube material is 1 into 10⁻⁵ per degree centigrade and the bulk modulus is 200 GPa. If the cube is constrained all around and heated uniformly to 42 degrees centigrade, then the magnitude of volumetric stress induced due to heating is. അപ്പോൾ ഒരു ക്യൂബ് ഉണ്ട്, അതിനെ എല്ലാ സൈഡിലും എന്ത് ചെയ്തേക്കുക? കൺസ്ട്രെയിൻ ചെയ്തേക്കുക. എന്നിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വോളിയോമെട്രിക് സ്ട്രെസ്സാണ് നമ്മളോട് ചോദിക്കുന്നത്, സിഗ്മയാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തറിയാം? ബൾക്ക് മോഡുലസ് തന്നിട്ടുണ്ട്. ബൾക്ക് മോഡുലസ് K ഈക്വൽ ടു വോളിയോമെട്രിക് സ്ട്രെസ് ഡിവൈഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ dV/V ആണെന്നറിയാം. ഓക്കെ, പക്ഷെ നമുക്ക് ഈ ടെമ്പറേച്ചർ റൈസ് കാരണം നമുക്ക് ഉണ്ടാവുന്ന വോളിയോമെട്രിക് സ്ട്രെയിൻ ഇല്ല, നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് അറിയുള്ളൂ. ΔL ഈക്വൽ ടു ആൽഫ ഇൻറ്റു ΔT ഇൻറ്റു ഒറിജിനൽ ലെങ്ത് L ഓർ ലീനിയർ സ്ട്രെയിൻ ΔL/L ഈക്വൽ ടു വാട്ട്? ആൽഫ ΔT. ഓക്കെ, അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. നമ്മുടെ സോളിഡ് ക്യൂബ് ഓഫ് സൈഡ് 1 meter ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ dV/Vനെ എന്താക്കണം? dV/Vനെ ലീനിയർ സ്ട്രെയിനുമായിട്ട് റിലേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് V ഈക്വൽ ടു A³ ആണെന്ന് വിചാരിക്കുക. ഒരു ക്യൂബിൻ്റെ വോളിയം സൈഡ് A ആണെങ്കിൽ V ഈക്വൽ ടു A³ ആയിരിക്കും. അപ്പോൾ dV ഈക്വൽ ടു 3A² into dA or dV/V equal to 3A² dA/A³ which is equal to
3dA/A എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വോളിമെട്രിക് സ്ട്രെയിനും ലീനിയർ സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടായിരുന്നു എന്ത്, ടെമ്പറേച്ചർ റൈസ് കാരണം ഉണ്ടാവുന്ന ΔL/L ഈക്വൽ ടു വാട്ട്, ആൽഫ ഡെൽറ്റ ടി ആണ്. അങ്ങനെയാണെങ്കിൽ 3 × DA, ഈ എല്ലിന് പകരം നമ്മൾ എ ആക്കിയെന്ന് മാത്രം. എന്താ, രണ്ട് സെയിം തന്നെ, എല്ലും ലെങ്ത് ഓഫ് എ ക്യൂബ് ആണെങ്കിൽ എയും ലെങ്ത് ഓഫ് എ ക്യൂബ് തന്നെയാണ്. 3dA/A ഈക്വൽ ടു എന്താണ്, 3 ആൽഫ ഡെൽറ്റ ടി ആണ്. ഓക്കെ, ഇനി ബൾക്ക് മോഡുലസ് K ഈക്വൽ ടു വാട്ട്, സിഗ്മ ഡിവൈഡ് ബൈ dV/V, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ dV/Vനെ നമ്മൾ എന്താക്കി, 3dA/A ആണ്. 3dA/A 3dA/A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആൽഫ ഡെൽറ്റ ടി അല്ലേ. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം, സിഗ്മ ബൈ 3 ആൽഫ ഡെൽറ്റ ടി, ഓർ സിഗ്മ ഈക്വൽ ടു ഈ 3 ആൽഫ ഡെൽറ്റ ടി ഇങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 3 ആൽഫ ഡെൽറ്റ ടി ഇൻറ്റു കെ. അപ്പോൾ നമുക്ക് സിഗ്മ വോളിമെട്രിക് സ്ട്രെസ് ഈക്വൽ ടു 3 ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു കെ എന്ന് കിട്ടും. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ, ബൾക്ക് മോഡുലസ് 200 MPa ആക്കണം, 200 × 10³ ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഈക്വൽ ടു 1 × 10⁻⁵. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട്, ഇവിടെ 200 × 10³ ഉണ്ട്, അതെന്താവും 2 × 10⁵ ആവും. അപ്പോൾ ഈ 10⁻⁵ ക്യാൻസലായി പോകും. പിന്നെ എന്തുള്ള 3 × 2 × 10 വിച്ച് ഈസ് ഈക്വൽ ടു 60 എന്ന് കിട്ടും. 60 MPa ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കണേ, ദ വോളിമെട്രിക് സ്ട്രെസ് ഇൻ MPa ഈക്വൽ ടു വാട്ട്, 60 നമുക്ക് കിട്ടും. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിലോ, കൺസിഡർ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ ആൻ ഐഡിയൽ ഇലാസ്റ്റിക് പ്ലാസ്റ്റിക് സ്ട്രെയിൻ ഹാർഡനിങ് മെറ്റൽ ആർ ഷോൺ ദ ഫിഗർ. The metal was loaded in universal tension starting from O. Upon loading, the stress strain curve passes through initial yield point at P and then strain hardens to point Q, where the loading was stopped. From the point Q, the specimen was unloaded to point R, where the stress is 0. If the same specimen is reloaded in tension from point R, the value of stress at which the material yields again is. അപ്പോൾ ഇതൊരു സ്ട്രെയിൻ ഹാർഡൻ ചെയ്യുന്നൊരു മെറ്റീരിയലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നേക്കണം. അപ്പോൾ O2P വരെ അത് ഹുക്സിൽ ഒബേ ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് yield ചെയ്യുന്നു. yield ചെയ്യുന്നത് മാത്രമല്ല, സ്ട്രെയിൻ ഹാർഡൻ കൂടി ചെയ്യുന്നുണ്ട്. സ്ട്രെയിൻ ഹാർഡൻ കൂടി ചെയ്തിട്ട് ക്യൂയിൽ വെച്ച് റിലീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിൽ ആറിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. ഒറിജിനലിലേക്കല്ല റിട്ടേൺ ചെയ്യുന്നത്, ആറിലേക്കാണ് റിട്ടേൺ ചെയ്യണത്. മാത്രമല്ല കുറച്ച് സ്ട്രെയിൻ, പെർമനൻ്റ് സ്ട്രെയിൻ ഉണ്ട് ഈ മെറ്റീരിയലിൽ. ഇനി അത് വീണ്ടും ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ വെച്ചിട്ടാണ് yield ചെയ്യാൻ ചോദിക്കുന്നത്. അപ്പോൾ എവിടെ വെച്ച് yield ചെയ്യുക, ഇനി അത് yield ചെയ്യുക ക്യൂവിൽ വെച്ചിട്ടാണ് yield ചെയ്യുക. കാരണം അതിൻ്റെ മെറ്റീരിയൽ ക്യൂവിൽ വെച്ചിട്ട് അൺലോഡ് ചെയ്തപ്പോൾ നേരെ ആറിലേക്ക് പോയില്ലോ, കുറച്ച് സ്ട്രെയിൻ റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും സ്ട്രെസ് ചെയ്യുമ്പോൾ, വീണ്ടും ലോഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, ക്യൂവിൽ നിന്നാണ് yield ചെയ്യുക. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ദ വാല്യൂ ഓഫ് സ്ട്രെസ് അറ്റ് വിച്ച് ദ മെറ്റീരിയൽ yields again. ക്യൂവിൽ വെച്ചിട്ടാണ് yield ചെയ്യുക, അത്രയാ 210 MPa ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കൺസിഡർ ആൻ ഇലാസ്റ്റിക് സ്ട്രെയിറ്റ് beam of length L equal to 10 pi meter with a square cross section of side A equal to 5 millimeter and Young's modulus E equal to 200 GPa. This straight beam was bent in such a way that two ends meet to form a circle of mean radius R. Assuming the Euler-Bernoulli beam theory is applicable to this bending problem, the maximum bending stress in the bent beam is. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്ട്രെയിറ്റ് ബീം വന്നിട്ടുണ്ട്. ഇങ്ങനെ സ്ട്രെയിറ്റ് ബീം വന്നു, അതിനെ നമ്മൾ ബെൻഡ് ചെയ്തിട്ട് ഒരു സർക്കിളിൻ്റെ ഷേപ്പിലാക്കി മാറ്റി. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് ഓയിലർ-ബെർണോളി തിയറം ഓർമ്മയുണ്ടോ? M/I =
സിഗ്മ ബൈ വൈ ഈക്വൽ ടു ഇ ബൈ ആർ. അതാണ് ഓയിലർ ബെർണോളി തിയറം എന്ന് പറയണേ. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് സിഗ്മയാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ സിഗ്മ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒന്നിലേക്ക് സിഗ്മ ഈക്വൽ ടു എം വൈ ബൈ ഐ എടുക്കാം, അല്ലെങ്കിൽ സിഗ്മ ഈക്വൽ ടു ഇ വൈ ബൈ ആർ എന്ന് എഴുതാനും പറ്റും. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഇക്വേഷനാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത്. കാരണം എമ്മും ബെൻഡിങ് മൊമെൻറ്റും നമ്മളുള്ളത് തന്നില്ല, പക്ഷേ ഇയും വൈയും ആറൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ലെങ്ത് ഈക്വൽ ടു 10 പൈ മീറ്റർ ആണ്. 10 പൈ വിച്ച് ഈസ് ഈക്വൽ ടു ആ സർക്കിളിൻ്റെ എന്താണ് പെരിമീറ്റർ ആണ്, 2 പൈ ആർ ആണ്. ആണെങ്കിൽ ആർ ഈക്വൽ ടു വാട്ട് 10 പൈ ഡിവൈഡ് ബൈ 2 പൈ വിച്ച് ഈസ് ഈക്വൽ ടു 5 മീറ്റർ എന്ന് കിട്ടും. പിന്നെ അതൊരു സ്ക്വയർ ക്രോസ് സെക്ഷൻ ഉള്ള ബീമല്ലേ, സ്ക്വയർ ക്രോസ് സെക്ഷൻ വിത്ത് സൈഡ് എ ഈക്വൽ ടു 5 മീറ്റർ. സൈഡ് എ 5 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ വൈ എത്രയായിരിക്കും? വൈ ഈക്വൽ ടു 5/2, അത് ഈക്വൽ ടു 2.5 മില്ലിമീറ്റർ. ഈ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ക്രോസ് സെക്ഷനിൽ ഇതാണ് ക്രോസ് സെക്ഷൻ 5 ആണെങ്കിൽ അതിൻ്റെ ന്യൂട്രൽ ആക്സസിൽ നിന്ന് ഏറ്റവും അറ്റത്തെ ഫൈബറിലേക്കുള്ള ലെങ്ത്ത്, അതാണ് വൈ എന്ന് പറഞ്ഞാൽ. അത് എത്രയായിരിക്കും? 5/2 2.5 ആയിരിക്കും. ഇനി ക്വസ്റ്റ്യനിൽ എന്താണ് ഇ എത്ര എന്നേക്കണേ? ഇ ഈക്വൽ ടു 200 GPa എന്നുണ്ട്. അപ്പോൾ നമുക്ക് സിഗ്മ ഈക്വൽ ടു വാട്ട് ഇ വൈ ബൈ ആർ ആണ്. ഇ എത്രയാണ്? 200 GPa. അതിനെ MP ആക്കുമ്പോൾ 200 × 10³ ഇൻറ്റു വൈ ഈക്വൽ ടു 2.5 ബൈ ആർ എത്രയാണ്? ആർ എന്ന് പറഞ്ഞാൽ 5 × 10³ 5 മീറ്റർ ആണ്. അപ്പോൾ അതിന് മില്ലിമീറ്റർ ആക്കണം. ഈ 10³ വെട്ടിപ്പോൾ 2.5 വെട്ടി 2 ആവും. 200/2 വിച്ച് ഈസ് ഈക്വൽ ടു 100 MPa നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 100 MPa ആണ് നമ്മുടെ ആൻസർ. യൂണിറ്റ് എന്താ വേണ്ടേ? MPaയിലാണ് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു 100. അപ്പോൾ ആൻസർ എത്രയായി? 100 നമുക്ക് കിട്ടി. അപ്പോൾ സെറ്റ് 1ൽ വന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ എ പ്രിസമാറ്റിക് സ്ട്രെയിറ്റ് ബീം ഓഫ് ലെങ്ത് പൈ മീറ്റർ പിന്നഡ് അറ്റ് 2 ends ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ദ ബീം ഹാസ് സ്ക്വയർ ക്രോസ് സെക്ഷൻ ഓഫ് സൈഡ് ഈക്വൽ ടു side P equal to 6 millimeter. The Young's modulus equal to 200 GPa and the coefficient of thermal expansion alpha equal to 3 × 10⁻⁶ per Kelvin. The minimum temperature rise required to cause Euler buckling of the beam is. അപ്പോൾ എന്താ പറയണേ, ഒരു പിന്നീട് ബീമുണ്ട്. പിന്നീട് ബീമിൻ്റെ എത്ര ടെമ്പറേച്ചർ റൈസ് കാരണമാണ് ബക്കിളിംഗ് ഉണ്ടാവുകയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ റൈസ് വരുമ്പോൾ ഒരു കംപ്രസീവ് ലോഡ് വരുമല്ലോ, അത് കാരണം ബക്കിളിംഗ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബക്കിളിംഗ് ലോഡ് ഒരു പിന്നീട് ടൈപ്പിൻ്റെ ബക്കിളിംഗ് ലോഡ് P ഈക്വൽ ടു 1 π² EI/L² ആണ്. നമ്മൾ ടെമ്പറേച്ചർ റൈസ് കാരണം ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ L ഈക്വൽ ടു ആൽഫ ഡെൽറ്റ T ഇൻറ്റു L ആണ്. നമുക്ക് സ്ട്രെയിൻ ഈക്വൽ ടു ഡെൽറ്റ L/L വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ T എന്ന് കിട്ടും. അപ്പോൾ സ്ട്രെസ് കിട്ടാനോ നമുക്ക് ഇതിനെ സ്ട്രെയിനിൽ നിന്ന് ടെമ്പറേച്ചർ റൈസ് കാരണം ഉണ്ടാവുന്ന സ്ട്രെസ് ഈക്വൽ ടു വാട്ട് സ്ട്രെയിൻ ഇൻറ്റു യങ്സ് മോഡുലസ് ആണ്. സ്ട്രെയിൻ ഇൻറ്റു യങ്സ് മോഡുലസ് ഇ വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ T ഇൻറ്റു ഇ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പം നമുക്ക് ടെമ്പറേച്ചർ റൈസ് കാരണം സ്ട്രെസ് കിട്ടി. ഈ സ്ട്രെസ്സും നമുക്ക് P/ നമ്മുടെ ബക്കിളിംഗ് ലോഡുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുക? അപ്പോൾ നമുക്ക് കിട്ടി ടെമ്പറേച്ചർ റൈസ് കാരണം ഉണ്ടാവുന്ന സ്ട്രെസ് എത്രയാ? ആൽഫ ഡെൽറ്റ T ഇൻറ്റു ഇ ആണ്. അപ്പോൾ ഇതൊരു സ്ട്രെസ്സാണ്. നമുക്ക് എന്താക്കണേ? ബക്കിളിംഗ് ലോഡ് P ഈക്വൽ ടു π² EI/L² എന്താണ്? അത് ഫോഴ്സാണ്, ന്യൂട്ടൺ ഇതിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇതിനെ സ്ട്രെസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡും ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? P/A ഈക്വൽ ടു Nm/m² മില്ലിമീറ്റർ സ്ക്വയർ എന്നാക്കാൻ പറ്റും നമുക്ക് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് π² EI/L² ഇൻറ്റു A ഈക്വൽ ടു ആൽഫ ഡെൽറ്റ T ഇൻറ്റു ഇ എന്ന് നമുക്കിപ്പോൾ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം ഒരെണ്ണം സ്ട്രെസ് ആണെങ്കിൽ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ഫോഴ്സ് ആയിരുന്നു. അപ്പോൾ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏരിയ കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്ത് ഫോഴ്സിനെ സ്ട്രെസ്സാക്കി മാറ്റിയത്. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്?
ടെമ്പറേച്ചർ റൈസ് ആണ് ചോദിക്കുന്നത്. ബക്കിൾ ചെയ്യുക അല്ല, ടെമ്പറേച്ചർ റൈസ് ചെയ്ത് ആൽഫ ഡെൽറ്റ ടി ഇൻറ്റു ഇ എന്തിന് ലെഫ്റ്റ് സൈഡിലുള്ള പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ എ എന്ന് പറഞ്ഞ വാല്യൂവിനോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബീം ബക്കിൾ ചെയ്യും. അപ്പോൾ അപ്പോഴുണ്ടാവുന്ന ടെമ്പറേച്ചറാണ് ചോദിക്കുന്നത്. കിട്ടാനായിട്ട് ഡെൽറ്റ ടി ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ ഇൻറ്റു എ ഇൻറ്റു ആൽഫ ഇൻറ്റു ഇ എന്ന് എഴുതാം. ഇയും ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പൈ സ്ക്വയർ ഇൻറ്റു ഐ ഡിവൈഡ് ബൈ എ എൽ സ്ക്വയർ ഇൻറ്റു ആൽഫ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വാല്യൂസ് നോക്കാം. ലെങ്ത് പൈ മീറ്റർ ആണ്, മാത്രമല്ല സൈഡ് പി ഈക്വൽ ടു 6 മില്ലിമീറ്റർ ആണ്. പിന്നെ യങ്സ് മോഡുലസ് ആണെങ്കിൽ 200 GP ആണ്. നമുക്ക് വാല്യൂസ് എഴുതാം. എൽ ഈക്വൽ ടു പൈ മീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 10 ക്യൂബ് മില്ലിമീറ്റർ. പിന്നെ സൈഡ് പി ഈക്വൽ ടു 6 മില്ലിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാൻ പറ്റും? ഐ ഈക്വൽ ടു 1 പി റേസ്റ്റ് 4/12 ആണ്. ഏരിയ ഈക്വൽ ടു പി സ്ക്വയർ ആണ്. ഓർ ഐ ബൈ എ ഈക്വൽ ടു 1 ഡിവൈഡ് ചെയ്യുമ്പോൾ പി സ്ക്വയർ ബൈ 12 എന്ന് കിട്ടും. ഐ ബൈ എ എന്ന് പറഞ്ഞാൽ പി സ്ക്വയർ ബൈ 12 ആണ്. ഇനി ഇയുടെ വാല്യൂ ആവശ്യമില്ല, കാരണം ഇയും ക്യാൻസൽ ആയിപ്പോയി. ഇനി നമുക്ക് ആൽഫയാണ് വേണ്ടത്. ആൽഫ ഈക്വൽ ടു 3 ഇൻറ്റു 10⁻⁻6. ആൽഫ ഈക്വൽ ടു 3 ഇൻറ്റു 10⁻⁻6 ആണ്. നമുക്ക് വാല്യൂസൊക്കെ കിട്ടി. അപ്പോൾ നമുക്ക് ഡെൽറ്റ ടി എഴുതാം. ഡെൽറ്റ ടി ഈക്വൽ ടു പൈ സ്ക്വയർ ഇൻറ്റു 6 സ്ക്വയർ ബൈ 12. ഇതെന്താ? ഐ ബൈ എ എന്ന് പറഞ്ഞ വാല്യൂ ആണ് 6 സ്ക്വയർ ബൈ 12 ആണേ. പിന്നെ എൽ എത്രയാ? പൈ ഇൻറ്റു 10 ക്യൂബ് ഹോൾ സ്ക്വയർ. പിന്നെ നമുക്ക് എന്തുണ്ട്? ആൽഫ വേണം. ആൽഫ 3 ഇൻറ്റു 10⁻⁻6. ഓക്കെ, ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെ ഒരു പൈ സ്ക്വയർ ഉണ്ട്, താഴെ ഒരു പൈ സ്ക്വയർ ഉണ്ട്. പൈ സ്ക്വയറും ക്യാൻസൽ ആയി പോകും. പിന്നെ ഇവിടെ ഒരു 10⁻⁻6 ഉണ്ട്, അത് മുകളിലേക്ക് പോകുമ്പോൾ 10⁻6 ആവും. അപ്പോൾ 36 സ്ക്വയർ എന്താവും? 36 ആവും. 36 ഇൻറ്റു 10⁻6 ഡിവൈഡ് ബൈ 12 ഇൻറ്റു 3 എത്രയാ? 36. അല്ല, 10 ക്യൂബിൻ്റെ സ്ക്വയർ എത്രയാണ്? 10⁻6. അപ്പോൾ 36 ഇൻറ്റു 10⁻6 ഡിവൈഡ് ബൈ 36 ഇൻറ്റു 10⁻6, അതായത് 1 ഡിഗ്രി നമുക്ക് കിട്ടും. ടെമ്പറേച്ചർ റൈസ് ഈക്വൽ ടു 1 ഡിഗ്രി. അതായത് ടെമ്പറേച്ചർ 1 ഡിഗ്രി റൈസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബീം പിന്നീട് ബീം എന്താവും? ബക്കിൾ ചെയ്യുന്ന നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് ആൻസർ കെൽവിനിലാണ് വേണ്ടത്. അപ്പോൾ 1 ഡിഗ്രി എന്ന് പറഞ്ഞാലും 1 കെൽവിൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ്? 1 ആണ് നമ്മുടെ ആൻസർ. താങ്ക് യു.